റോഷിപാൽ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത്. യോഗത്തിനകത്ത് അൻവറിന്റെ ആവശ്യങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളതാണ്. ആവശ്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ അസോസിയേറ്റ് അംഗമാക്കാൻ തീരുമാനിച്ചു എന്നും പറയുന്നു. ആവശ്യങ്ങൾ എന്ന് പറയുന്നത് 2 സീറ്റൊക്കെ ഈ ഘട്ടത്തിൽ അദ്ദേഹം ചോദിച്ചു. ഈ നിലയ്ക്ക് ഒരു വിലപേശൽ നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി യോഗത്തിൽ പറഞ്ഞു എന്നുള്ള വിവരം പുറത്തുവരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ UDF-ന്റെ ഏകോപന സമിതിയിൽ നടന്നത്, റോഷിപാൽ? സ്മൃതി നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 1 മണിക്കൂറിനടുത്ത് UDF ഏകോപന സമിതി യോഗം നീണ്ടു. ഓൺലൈനിൽ ചേർന്ന യോഗത്തിൽ ഘടകകക്ഷി നേതാക്കളൊക്കെ അവരുടെ അഭിപ്രായം പറഞ്ഞു. അവിടെ PK കുഞ്ഞാലിക്കുട്ടിയാണ് ശക്തമായ നിലപാട് സ്വീകരിച്ചത്. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ PV അൻവറിനെ UDF-നൊപ്പം ചേർത്ത് നിർത്തണമെന്ന നിലപാട് പരസ്യമായി തന്നെ സ്വീകരിച്ചതാണ്. അവർ യോഗത്തിൽ അൻവറിനെ ഒപ്പം ചേർക്കേണ്ടതിന്റെ അനിവാര്യതയാണ് ചൂണ്ടിക്കാട്ടിയത്. മാത്രവുമല്ല, അൻവർ 2 നിയമസഭാ സീറ്റ് ആവശ്യപ്പെട്ടു എന്ന കാര്യം PK കുഞ്ഞാലിക്കുട്ടി യോഗത്തെ ധരിപ്പിച്ചു. അപ്പോൾ കോൺഗ്രസ് യോഗത്തിൽ പറഞ്ഞത് ഇപ്പോൾ നിയമസഭാ സീറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ല, നിലവിൽ ആ ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല, ഇപ്പോൾ നമ്മൾ അസോസിയേറ്റ് അംഗമാക്കാമെന്ന ഉറപ്പ് അൻവറിന് നൽകുക. പക്ഷേ അൻവർ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് അനുകൂലമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാം എന്ന രീതിയിലാണ് ചർച്ചകൾ പോയത്. ഏതായാലും PV അൻവർ സ്ഥാനാർത്ഥിയെ വിമർശിച്ചതിൽ അടക്കമുള്ള അമർഷം അവിടെ കോൺഗ്രസ് നേതാക്കളടക്കം അവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ മുസ്ലിം ലീഗിന്റെ കടുത്ത നിലപാട്, പ്രത്യേകിച്ച് നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി നിലവിലെ സാഹചര്യം പറഞ്ഞത്. പ്രത്യേകിച്ച് 20 ദിവസം മാത്രം തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ അൻവറിനെ ചേർത്ത് നിർത്തുന്നത് ഗുണകരമാകും, അതൊരിക്കലും നഷ്ടമാകില്ല മുന്നണിക്ക് എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഏതായാലും വളരെ വിശദമായ ചർച്ചകളാണ്. അൻവർ ഉന്നയിച്ച ആവശ്യങ്ങൾ ഉൾപ്പെടെ, പ്രത്യേകിച്ച് നിലമ്പൂർ സീറ്റ് കൈമാറുകയായിരുന്നു, അത് UDF-ന് വിട്ടു നൽകുന്ന ഒരു സാഹചര്യമാണ് എന്ന രീതിയിലാണ് അൻവർ PK കുഞ്ഞാലിക്കുട്ടിയോട് ധരിപ്പിച്ചത്. അതുകൊണ്ട് പകരമായി 2 സീറ്റ് വേണമെന്ന ആവശ്യം, ആ സീറ്റ് ഏതൊക്കെ സീറ്റ് വേണമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയോട് ആവശ്യപ്പെട്ടു എന്ന സൂചനകളാണ് വരുന്നത്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചകളിലേക്ക് ഇന്ന് UDF യോഗം കടന്നില്ല. ആ ചർച്ചകളിലേക്ക് കടക്കുന്നതിലുള്ള വിമുഖത കോൺഗ്രസ് നേതാക്കൾ യോഗത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രധാനം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ സീറ്റ് ചർച്ചകളിലേക്ക് കടക്കേണ്ട സാഹചര്യമല്ല ഇത് എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുകയായിരുന്നു. സ്മൃതി, വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് റോഷിപാൽ. ഇനിയിപ്പോൾ അൻവർ നാളെ രാവിലെ 9 മണിക്കാണ് വാർത്താസമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തുടർച്ചയായി അടൂർ പ്രകാശിന്റെയും ഒപ്പം സണ്ണി ജോസഫിന്റെയും എല്ലാവരുടെയും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ? അൻവറിന്റെ ഒരു പ്രതികരണം ഈ രാത്രി ഉണ്ടാകുമോ? സുജയ പാർവതി, ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയാണ്. നേരത്തെ ഔദ്യോഗികമായി ഈ അൻവറിനെ ഏത് രീതിയിൽ UDF-ന് പരിഗണിക്കണമെന്ന് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ അസോസിയേറ്റ് അംഗമാക്കാമെന്ന് തീരുമാനം, അത് അൻവറിനെ UDF കൺവീനർ കൂടി അടൂർ പ്രകാശ് ടെലിഫോൺ വഴി അറിയിച്ചു കഴിഞ്ഞു. ഔദ്യോഗികമായ അറിയിപ്പ് തന്നെയാണ്. ഇനി അൻവറാണ് തീരുമാനമെടുക്കേണ്ടത്. UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം അൻവർ. ആര്യാടൻ ഷൗക്കത്തിനെ നേരത്തെ പരസ്യമായി വിമർശിച്ചതാണ്. ആ വിമർശിച്ചതിന് പ്രത്യേകിച്ച് ഒരു തിരുത്ത് മാത്രമാണ്, അത് UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തിരുത്ത് അൻവറിന്റെ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നീട് അൻവർ UDF-ന്റെ ഭാഗമാണ്, UDF-ന്റെ അസോസിയേറ്റ് അംഗമായി അൻവർ. അൻവറിനോട് സംസാരിക്കൂ. 2 സീറ്റൊക്കെ അൻവർ ചോദിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അതിന്റെ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും തുടരാം. ഇപ്പോൾ 2 സീറ്റടക്കം ചോദിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. അതിൽ അൻവറിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കറിയണം. വികസിക്കുന്ന വാർത്തയാണിത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി പ്രേക്ഷകർ തുടരുക. റിപ്പോർട്ടറിനൊപ്പം.